അതുകൊണ്ട് വേലക്കാരിയെ വെക്കലും കാലിന്റെ മേൽ കാല് വെക്കുന്നതും മോളെ ജന്മത്തെ സ്വപ്നം കാണണ്ട. മര്യാദയ്ക്ക് ചെന്ന് അടുക്കളയിലെ പണി തീർക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ 3 നേരം കഴിക്കുന്നത് കൂടി ഞാൻ വേണ്ടാന്ന് വെക്കും. പാത്രങ്ങൾ വണ്ടിയിലെടുത്ത് വെക്കുന്നത് വരെ ഇത് നിങ്ങളുടെ സാമ്രാജ്യമാണ്. ഇവിടെ നിങ്ങളെ നാണം കെടുത്തരുത് എന്ന തീരുമാനം എടുത്താ ഞാനും വരണം നിന്നത്. പക്ഷേ നിങ്ങളിത് ചോദിച്ചു വാങ്ങിച്ചതാ. അന്തസ്സില്ലാതെ ജീവിക്കുന്നവര് എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. കൊട്ടും തട്ടിപ്പറിച്ചും കൂട്ടി വെച്ചിരിക്കുന്ന കോടികള് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. പക്ഷെ ജീവിച്ചു പോകാനുള്ള ആത്മാർത്ഥതയുണ്ട്. രാധികേ, ഇനി നമുക്ക് പോവാം. അല്ലെങ്കിലേ മുത്തശ്ശിക്ക് ചിലപ്പോ ബോധക്കേട് വരും. പ്രിയങ്കേ, നീ നന്നായിട്ട് അഭിനയിക്കുന്നവളല്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിലേക്ക് കയറി നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചോണം. ഗുഡ് ലക്ക്. രാധിക, വാ. അയ്യോ, ഉർവശി, കൽപ്പനെ, അയ്യോ, എന്തു പറ്റിയോ ആവോ? കൽപ്പനെ, എന്ത് പറ്റിയാലോ അത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ചെറിയമ്മേ, ഞാൻ കുറച്ചു മുമ്പേ മുത്തശ്ശിയുടെ മുറി പോയിരുന്നു. തൊട്ട് നോക്കിയപ്പോഴേ നല്ല പനിയായിരുന്നു. അതിന് അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാത്തതല്ലേ, എന്തെങ്കിലും പറ്റിപ്പോയാലോ? ഓ, അങ്ങനെ പെട്ടെന്ന് ചാവൊന്നുമില്ല. ചാകാതിരിക്കാനുള്ള മനക്കെട്ടിയൊക്കെ അമ്മയ്ക്കുണ്ട്. അമ്മയെ നോക്കാനുണ്ടായിരുന്നവരെ ടൂർ പോയതല്ലേ. അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടപ്പോഴേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അമ്മയും കരുതിയിട്ടുണ്ടാവില്ല. എന്നാലും ഒറ്റയടിക്ക് നീ എല്ലാം മറന്നോ കൽപ്പനെ? വരുണ്ണെ രാധികയും പൊക്കി പിടിച്ച് നിന്നെ എന്നെ ദ്രോഹിച്ചതൊക്കെ നീ മറന്നോ? നാണം കിടത്തിയതിന് അതിരുണ്ടോ? അവിടെ കിടന്ന് അനുഭവിക്കട്ടെ. ഉർവശി, ഒന്നിങ്ങോട്ട് വരൂ, എനിക്ക് പറ്റാഞ്ഞിട്ടാ. എങ്ങോട്ടാ? ഒന്ന് ചെന്ന് നോക്കട്ടെ. നിന്റെ അത്യാവശ്യം ഇപ്പൊ അമ്മയുടെ അടുത്തല്ല, അടുക്കളയിലാ. ഇഷ്ടം പോലെ പണി കിടപ്പുണ്ട്, അത് പോയി ചെയ്തു തീർക്കാൻ നോക്ക്. ചെറിയമ്മ, പണിയെടുത്ത് ഞാൻ വയ്യാതായി. കണിമംഗലം തിരിച്ചു പിടിക്കുമ്പോ എനിക്ക് യാതൊരു കുറവും ഉണ്ടാവില്ലെന്ന് ചെറിയമ്മ എനിക്ക് വാക്ക് തന്നതാ. പക്ഷെ ചെറിയമ്മയും ചെറിയച്ഛനും എല്ലാരും എന്നോട് പെരുമാറുന്നത് വളരെ ക്രൂരമായ രീതിയില്. ചെറിയമ്മ, അടുക്കള പണിക്ക് ഒരു സെർവന്റിനെ വെക്കെങ്കിലും ചെയ്തൂടെ? സെർവന്റിനെ വെച്ചാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? നോർമലി ഒരു 15,000 രൂപ. അടുക്കള പണിക്ക് വരുന്ന സെർവന്റ് നന്നായിട്ട് പാചകം അറിയാവുന്ന ആളായിരിക്കണ്ടേ? ആ, കണിമംഗലത്തുള്ളവർക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണ്ടേ? ആ, അപ്പൊ ശമ്പളം പിന്നെയും കൂടും. ഒരു 20,000 രൂപ കരുതാല്ലേ? ആ, അത്രയുണ്ടാവും. ആ, എന്നാ നിർത്തിക്കോ. ഞാനേ ഇന്ന് എന്നെ ഏജൻസിയിൽ വിളിച്ചു പറയാം. സെർവന്റിനെ വിളിക്കുന്നതിൽ ഒരു വിരോധമില്ല. പക്ഷേ മാസം അവസാനം അവർക്കുള്ള ശമ്പളം നീ കൊടുക്കണം. നീ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, സൂര്യ കൊണ്ട് കൊടുപ്പിച്ചാലും മതി. അതെങ്ങനെ ചെറിയമ്മേ? സൂര്യക്കൊരു ജോലി പോലും ഇല്ലല്ലോ ഇപ്പൊ. ഓ, അപ്പൊ നിനക്ക് കാര്യങ്ങൾ അറിയാം. എടി, പണമുള്ളവന്റെ ഭാര്യയോടൊപ്പം പണം ഇല്ലാത്തവന്റെ ഭാര്യ ആഗ്രഹിക്കരുത്. ചന്ദ്രേട്ടൻ ഈ വീടിന്റെ ഉടമയാ, നീയോ ഈ വീട്ടിൽ ഗതികെട്ട് കിടക്കുന്ന ഒരുത്തന്റെ ഭാര്യയും.
അതുകൊണ്ട് വേലക്കാരിയെ വെക്കലും കാലിന്റെ മേൽ കാല് വെക്കുന്നതും മോളെ ജന്മത്ത് സ്വപ്നം കാണണ്ട. മര്യാദയ്ക്ക് ചെന്ന് അടുക്കളയിലെ പണി തീർക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ 3 നേരം കഴിക്കുന്നത് കൂടി ഞാൻ വേണ്ടാന്ന് വയ്ക്കും. പോ. അമ്മയ്ക്ക് കരി അടങ്ങിയിട്ടില്ല. അതുകൊണ്ടല്ലേ ഒരു തന്നെ വേഷം കെട്ടിച്ച് ഇങ്ങോട്ടേക്ക് അയച്ചതും സദ്യ ഏൽപ്പിച്ചതും അത് വിളമ്പാൻ ഇവരെ അങ്ങോട്ട് ക്ഷണിച്ചതും. നമ്മൾ പറയുന്ന കാര്യങ്ങളോടൊക്കെ അമ്മ ചില വിയോജിപ്പുകൾ കാണിച്ചിരുന്നു. ചിലപ്പോ ദേഷ്യം വരുന്നതും കണ്ടിരുന്നു. പക്ഷെ ഇത്രയും ഒരു ദുഷ്ട മനസ്സാണെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല. കയ്യിലിരിക്കുന്ന പണത്തിന്റെ അഹങ്കാരമാ. അമ്മയും പ്രിയങ്കയും ചിന്തിക്കുന്നത് വരുണിനെയും രാധികയും വിളിച്ചു വരുത്തി അവരുടെ സിനിമാ ലൊക്കേഷനിൽ ഭക്ഷണം വിളമ്പിച്ചാലേ അതോടെ ഇവരങ്ങ് ഇല്ലാതായി പോകുന്ന. പക്ഷേ ഇത് അവരുടെ നാശത്തിന്റെ തുടക്കമാണെന്ന് അവരറിയുന്നില്ല. നമുക്കതങ്ങ് വിട്ടേക്കാച്ചാ. നമ്മളൊരിടത്ത് ഫുഡുമായിട്ട് ചെന്നു, അത് വിളമ്പിക്കൊടുത്തു, പോന്നു. ഭക്ഷണം കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. ആ പാറ്റശ്ശേരി സദ്യക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ വരുണിന്റെയും എന്റെയും കാര്യം അതങ്ങ് മറന്നു കളയാൻ തിരിച്ചു പോരുമ്പോ തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാ. അതല്ലേ വരുൺ കൂളായിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. മോളെ, ചില നേരത്ത് നീ കാണിക്കുന്ന പക്വത കാണുമ്പോ അമ്മയ്ക്ക് അതിശയം തോന്നുന്നു. എന്തൊക്കെ കാര്യങ്ങളാ നീ ഇപ്പൊ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നേ? പിന്നെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ അമ്മേ? ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഓടിച്ചെടുക്കണ്ടേ? ആ പിന്നെ 2-3 ഓഫീസുകളിൽ നിന്ന് കുറച്ച് ഓർഡറുകൾ വന്നിട്ടുണ്ട്. ഒക്കെ സുരേന്ദ്രൻ സാറിന്റെ വകയായിട്ടോ. സത്യത്തിലേ നമ്മുടെ പരസ്യ ഏജൻസി ആയിട്ട് സുരേന്ദ്രൻ സാറിനെ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ല, മൊത്തത്തിൽ എത്രയുണ്ട്? മോളെ, അവരുടെ മുമ്പിൽ നിന്നപ്പോ വരുണിന് വിഷമായോ? അതല്ലേ അച്ഛാ നമ്മൾ തമ്മിൽ സംസാരിച്ചു തീർത്തു എന്ന് പറഞ്ഞത്. ഇനി അച്ഛൻ ചെന്ന് സംസാരിക്കരുത്. ഒരാൾ മറന്നുപോയ കാര്യം പിന്നെ ഓർമ്മിപ്പിക്കണ്ട. ദാ മോളെ. നാളെ ഏകദേശം ഒരു 100ഓളം പൊതി വേണ്ടി വരും അമ്മേ. ദേവേട്ടാ, 4-5 പാത്രങ്ങൾ വാങ്ങേണ്ടി വരും. ഇപ്പോ അപ്പുറത്തെ സുമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പാത്രങ്ങളാണ് ഇരിക്കുന്നത്. അവർക്ക് അതിപ്പോ തിരിച്ചു കൊടുക്കേണ്ടതാ. അതിനെന്താ അമ്മേ, നമുക്ക് ബിസിനസ് വരികയാണെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചൂടെ? താമസിക്കാതെ എല്ലാം വരും. പറ്റുകയാണെങ്കിൽ ഒരു വലിയ സ്റ്റൗവും ഈ കടകളിലൊക്കെ കാണുന്ന പോലെ. കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് വരിക അല്ലേ മോളെ? അച്ഛൻ എന്ത് തോന്നുന്നു? ആത്മാർത്ഥതയോടുകൂടി അധ്വാനിച്ചാൽ നേടാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല മോളെ. ഏറ്റവും ചെറുതിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അത് ഉയരങ്ങളിലേക്ക് തന്നെയാവും.